ക്ലീറ്റസേ തന്നെ അവന്റെ കള്ളവറക്കം കണ്ടില്ലേ? ഞാൻ ഒരു വാർത്ത വായിച്ചു, അളിയനെ ഒലക്കൊക്കെ അടിച്ചു വന്നു. ആ അങ്ങനെ വാർത്തയൊക്കെ കാണും. കൈ ഒന്ന് നിവർത്തേ. നിന്റെ കൈയൊന്ന് നിവർക്കായി. കൈ നോക്കാനാണെങ്കിൽ ആണുങ്ങളെ വലത്തെ കൈയാ. നോക്ക്, നീ ഒന്ന് എഴുന്നേറ്റ്. നീ ഒന്ന് എഴുന്നേക്കായി. എന്തിനാണ് മകന് എഴുന്നേക്ക്? അയ്യോ, അമ്മയെ കണ്ടിട്ട് ഞാൻ ബഹുമാനം തന്നില്ല എന്നായിരിക്കും. ഞാൻ എഴുന്നേറ്റോളാമേ. അറിയോ ആറങ്ങോട്ട്. നീ ഇരുന്നോട്ടെ. കാലത്ത് അല്ലേ ഈ തള്ളക്ക് വട്ടായ. കൊണ്ടുപോയത് എവിടെയാണ്? കൊണ്ടുപോയില്ലല്ലോ. എന്താണ്? ഞാൻ അവിടെ നിന്ന് മോഷ്ടിച്ചിട്ട് വന്നിട്ടില്ല. എന്നല്ല പറഞ്ഞത്, എന്റെ ഒരു സാധനം കാണാതെ പോയത് പറഞ്ഞില്ലേ? ഒന്ന് തപ്പി നോക്കുന്നതിനകത്തെങ്കിലും ഉണ്ടോന്ന്. ഇതെന്താ കേൾപ്പിക്കണിരിക്കോ? സമാധാനം അതിനകത്തൊന്നുമില്ല. എന്താ വല്ല കമ്മൽ എന്തെങ്കിലും എന്റെ കാതിൽ കിടക്കുന്നത് നീ കണ്ടായിരുന്നാ? കമ്മൽ അമ്മേ നിർത്തിക്ക. എന്താ ഇവിടെ വരാൻ? എന്താന്ന്? ഞാൻ ഇന്നലെ എപ്പോഴാണ് ഇവിടെ കയറി വന്നത്? വൈകുന്നേരം 6 മണിയൊക്കെ. എന്താ അപ്പോഴെന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്ന? എന്റെ കയ്യിൽ എന്തെങ്കിലും ഇരിക്കുന്നത് നിങ്ങൾ കണ്ടാണ്? ഞാൻ അമ്മച്ചി 1000 രൂപയുടെ വെള്ളിയാണെങ്കിൽ തന്നേക്കണേ. അമ്മ പറഞ്ഞിട്ട് വന്ന ഒളിക്കലോട്ടോ മനുഷ്യ. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? കാര്യം അറിയണം. ഇങ്ങനെ മനുഷ്യ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ എന്തോ സാധനം കാണാതെ പോയിട്ടുണ്ടെന്ന്. അമ്മയുടെ സാധനം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നീ എടുത്തിട്ടുണ്ടോ? അതൊന്ന് തിരിച്ചു കൊടുക്കും. ഇത് തമാശയല്ല. അമ്മയുടെ എന്തോ വിലപ്പെട്ട സാധനം കാണാതെ പോയിക്കണേ. പിന്നെ നിന്റെ അമ്മയുടെ വിലപ്പെട്ടത് അവിടെ ഇരിക്കുമല്ലേ? വിലപ്പെട്ടതല്ലെങ്കിൽ പിന്നെ 1000 രൂപയുടെ വെള്ളി ആരെങ്കിലും അമ്പലത്തിലോട്ട് നേരുവോ? അമ്മ 1000 രൂപ വെള്ളി കൊടുക്കാന്ന് പറഞ്ഞ അമ്പലത്തിൽ ആ സാധനം കിട്ടാൻ വേണ്ടിട്ട്. അല്ല, ഈ തള്ളടകലി വിലപ്പെട്ടതായിട്ട് ഇനിയിപ്പോ എന്തോ ഉള്ളേ? ഇവിടെ വന്ന് ഓട്ടപ്രദക്ഷിണായിരുന്നു. അങ്ങോട്ടോടുന്ന് ഇങ്ങോട്ടോടുന്ന്. ഞാൻ കാല് പിടിച്ചു പറഞ്ഞു അമ്മേ പറ, ഞാൻ നോക്കി തരാന്ന് പറഞ്ഞു. എന്തൊരു കരച്ചില്ല. ചുമ്മാതല്ല, ഞാൻ രാവിലെ ഇവിടെ പത്രം നോക്കിക്കൊണ്ടിരുന്നപ്പോ എന്റെ അടുത്ത് വന്നിട്ട് നീ ഒന്ന് എഴുന്നേറ്റടാ, നിന്റെ കൈയൊന്ന് തുറന്നേ, നീ ഒന്ന് നോത്തെ, എണീറ്റേ മാറിക്കെന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ എഴുപ്പിക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ ഞാൻ തള്ളക്കിത് എന്തോ പറ്റി? എന്ത് സാധനം വിലപ്പെട്ടത്? എനിക്ക് അതാ മനസ്സിലാവാത്തത്. ഇത്രമാത്രം ടെൻഷൻ അടിക്കാനായിട്ട്. അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ നീ അറിയണമല്ലോ. എന്തായിരിക്കും? അതെ, അതല്ല ഞാൻ നീ അവിടെ എന്തോ കണ്ടിട്ട് പറയുമ്പോൾ പറ. ഞങ്ങള് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ സ്കൂളിലെ പരിപാടി ഉണ്ടാവൂലേ, ഡാൻസ് ഒക്കെ. അന്നേരം ഒരു ദിവസം അമ്മ എനിക്ക്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കാൻ നേരത്ത് ഒരു സ്വർണത്തിന്റെ പതക്കം വലുത് അതിട്ട് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എവിടെ പോയി? സ്വർണത്തിന്റെ പതക്കോ? അതേപോലത്തെ കൊറേ മാല ഉണ്ടായില്ലോ. എന്നിട്ട് അതൊന്നും നീ അന്ന് അതൊന്നും പിടിച്ചു വാങ്ങിച്ചു വെച്ചില്ലയോ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ? എന്റെ ദൈവമേ, ഇപ്പോഴാ ഞാൻ അതോർക്കണേ. ഞങ്ങളുടെ അച്ഛനെ ലഡാക്കിൽ അവിടെ ഇവിടെയൊക്കെ യുദ്ധത്തിന് പോവില്ലേ, അപ്പോഴൊക്കെ ഇങ്ങനെ കൊറേ സ്വർണം. അവന് മാല, കൈച്ചെയിൻ, എനിക്ക് സ്വർണത്തിന്റെ കമ്മല്. ഇതൊന്നും ഇപ്പൊ കാണണില്ലട്ടാ. എന്താന്നും പറഞ്ഞ് നോക്കണേ, എവിടെയാന്ന് പറഞ്ഞ് തിരയണത്. സ്വർണ്ണമൊക്കെ ആണെങ്കിൽ നമ്മൾ കാണൂലേ. ഇതിന് വല്ല കിഴി കിട്ടിയിരിക്കുമായിരിക്കോ? കിഴിയോ? നിങ്ങളെ കുടുംബത്തിൽ അങ്ങനെ പാരമ്പര്യമായിട്ട് കിഴിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ല, അമ്മയോട് ഒന്നും പറയാൻ പറ്റില്ല. പ്രേമി ഇതെങ്ങനെ അവന്റെ കൈ കിട്ടുവോ? വിട്ടുകൊടുക്കരുത്.
നമുക്ക് തരാം. എന്തൊരു കഷ്ടമായി പോയി. ദൈവമേ, എന്റെ കണ്ണിലൊന്ന് കാണിച്ചതാ. ഓ, നോക്കി നോക്കി ഞാൻ മടുത്തു. ഞാൻ എവിടെ നോക്കാനാണ്? അമ്മൂമ്മ വിഷമിക്കാതെ അമ്മൂമ്മ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അത് കിട്ടും. എന്റെ പൊന്നു മോളെ ഞാൻ പ്രാർത്ഥിച്ച്, എന്നിട്ട് കിട്ടണ്ടേ? അത്ര വലിയ വിലയുള്ള സാധനമാണോ? എന്റെ പൊന്നു മോളെ, അതിന്റെ വില നിശ്ചയിക്കാനാവത്തില്ല മുമ്പേക്ക്. ഇത് കിട്ടിയില്ലെങ്കിൽ അമ്മൂമ്മ ജീവിച്ചിരിക്കത്തില്ല. ഒരു ക്ലൂ പറ. ക്രൂ ഒന്നുമില്ല, എനിക്കൊരു ക്രൂവും ഇല്ല. അയ്യോ അയ്യോ, എന്റെ മക്കളെ, എന്റെ മോളെ, ഞാൻ ഇതാണ് തിരക്കി നടന്നത്. എന്റെ മോക്ക് എവിടെ നേട്ടി? ആ ചേറിന്ന്. ഈ പാട്ട താക്കോലിന് വേണ്ടിയാണ് അമ്മൂമ്മ ഇത്രയും കരഞ്ഞത്. എന്റെ മോളെ, ഇതിന്റെ വില എന്താണെന്ന് നിനക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ്. മക്കളെ, മക്കളിത് ആരോടെയും പറയല്ലേ? പൊന്നുമോളെ, ഇത് ആരെങ്കിലും അറിഞ്ഞില്ല ഞാൻ അമ്മൂമ്മനെ ജീവിച്ചിരിക്കത്തില്ല. സത്യം ചെയ്യേ. സത്യമാണല്ലോ. ഇനി പറഞ്ഞ അമ്മൂമ്മ ചത്തുവോ? അയ്യോ ഇല്ല, ഞാൻ പറയാം. ഇതിന് വേണ്ടിയാണ് അമ്മൂമ്മ ഇത്രയും കരഞ്ഞത്. ദൈവം ഉണ്ടെന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. എന്റെ മക്കളെ, തങ്കം, ഇടി തങ്കം, ഇങ്ങോട്ട് പോയി. നിധി, നിധി, നിന്റെ അമ്മ നേരത്തെ തെരഞ്ഞില്ലേ? അതെന്തോന്നറിയാമോ? നിധി. സ്വർണ്ണ നിറമുള്ള താക്കോല് നമ്മുടെ തക്കടി മോളുടെ കയ്യിൽ നിന്ന് അമ്മ മേടിക്കുന്നത് ഞാൻ കണ്ടു. അതേടി. എന്നിട്ട് അമ്മ പറഞ്ഞ ആരോടും പറയില്ലെന്നും പറഞ്ഞു. ചെറിയ സ്വർണ്ണ താക്കോലാണോ? അതെ. അതെ, ഞങ്ങളുടെ അമ്മയുടെ പെട്ടിയുടെ താക്കോല. അതിനകത്ത് അമ്മ സ്വർണ്ണമൊക്കെ ഇട്ട് വെക്കണേ. അപ്പൊ നേരത്തെ അമ്മ തന്നു പറഞ്ഞ പതക്കൊക്കെ അതിനുള്ളില്ല. എന്റെ കർത്താവേ, ലക്ഷങ്ങൾ വരെയുള്ള സ്വർണ്ണമൊക്കെ ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കിടന്ന് ഈ ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചത്. അതെങ്ങനെ അവന്റെ എങ്ങനെ കിട്ടും? അങ്ങനെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് മാത്രമല്ല, നമ്മുടെ തക്കളി പോക്ക് കൊണ്ടുവരാൻ അവകാശം. പിന്നെ നമുക്ക് അവകാശപ്പെട്ട് നമുക്ക് ചോദിച്ചു മേടിക്കണം. ചോദിക്കണം. നമുക്ക് ആരെയും നോക്കണ്ട. പ്ലീറ്റ് വന്നേ.